നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് രാജ്യം എമ്പാടും. പാഴ്സികളും ക്രിസ്ത്യാനികളും ഒക്കെ CAAക്ക് യോഗ്യരാണ്, പക്ഷേ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രം യോഗ്യരല്ല എന്ന ചോദ്യത്തിന് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. വാർത്താ ഏജൻസിയായ ANAക്ക് അനുവദിച്ച അഭിമുഖത്തിനിടയിലാണ് അമിത്ഷാ ചില സുപ്രധാന പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നവർക്കും മതപരമായ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നവർക്കും അഭയം നൽകേണ്ടത് നമ്മുടെ ധാർമ്മികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാൾ, മ്യാൻമർ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ടിബറ്റ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടന്ന ഏകീകൃത സങ്കല്പത്തെയാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്. വിഭജന സമയത്ത് പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 33% ഹിന്ദുക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 3.7% മാത്രമാണ്. ഇവർ എവിടെ പോയി? എന്തായാലും ഇന്ത്യയിലേക്ക് അവർ വന്നിട്ടില്ല. അതിനർത്ഥം അവരവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവരവിടെ രണ്ടാം കിട പൗരന്മാരാണ്. അവർ എവിടെ പോകും എന്നായിരുന്നു അമിത്ഷായുടെ ഒരു ചോദ്യം. 1951 ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 22% ഹിന്ദുക്കളായിരുന്നുവെന്നും 2011 ഇത് വെറും 10% കുറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവരും എവിടെ പോയിട്ടുണ്ട്? അതുപോലെ 1992 അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം 2 ലക്ഷം സിഖുകാരും ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ 500ഓളം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മുടെ ഭാരതം ഒന്നായിരുന്ന സമയത്ത് അവർ നമ്മുടെ ഭാഗമായിരുന്നു. കൂടാതെ മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നും ഭരണഘടനയിൽ എത്തരത്തിലുള്ള വ്യവസ്ഥകൾ ഉണ്ട് എന്നുകൂടിയും അമിത്ഷാ പറഞ്ഞു വെക്കുന്നു. ദേശീയ സുരക്ഷയും മറ്റ് ഘടകങ്ങളും വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കും എന്ന ഒരു കാര്യം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. രേഖകൾ ഇല്ലാത്തവർക്കും ഞങ്ങൾ പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. തനിക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം 85%-ലധികം പേർക്കും രേഖകൾ ഉണ്ട് എന്നുകൂടി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ അമിത്ഷായുടെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വത്തിന് പുറത്ത് നിർത്തുന്നു എന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും CAA നടപ്പിലാക്കും എന്ന് വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും പ്രധാന തലക്കെട്ടായിട്ടുമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ കേരളത്തിലും UPയിലും അസമിലും ബംഗാളിലും ഉൾപ്പെടെ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ, ആ വിജ്ഞാപനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും നടക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.